ഞങ്ങളുടെ വീട് ചെറിയൊരു ഓടിട്ട വീടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ പകുതി ഓലയായിരുന്നു, പകുതി ഓട്. അത് തെങ്ങുമെന്ന് നാളികേരമൊക്കെ വീണ് ഇങ്ങനെ പൊട്ടിപ്പോയി. പിന്നെ അത് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റാണ്ട് പിന്നെ അത് പനയോല കൊണ്ട് മേഞ്ഞ ഒരു ചെറിയൊരു വീടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ ഈ 5 സഹോദരിമാരും ഞങ്ങൾ 2 ഞങ്ങൾ 8 മക്കളും അവരെ മക്കളൊക്കെ വളർന്നതും വലുതായതൊക്കെ. പിന്നീട് ചേട്ടൻ എനിക്ക് തോന്നുന്നു സല്ലാപം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചെറിയ ചിത്രങ്ങളിൽ എന്താ പറയുക, കൊമേഡിയനായിട്ടും ഒക്കെ അഭിനയിച്ചു വരുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൈവന്നപ്പോഴാണ് വീട് പൊളിച്ചു പണിയുന്നത്. അപ്പോഴും ചേട്ടന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആ പഴയ വീട് പൂർണ്ണമായിട്ടും കളയരുത് എന്നുള്ളത്. അതുകൊണ്ട് ആ വീടിൻ്റെ ഒരു ബാക്ക് വശത്തെ ചുമര് അങ്ങനെ തന്നെ നിർത്തിയിട്ടാണ് ഇന്ന് ഒരു ചെറിയ വീട്, അതായത് ആ ഒരു 4.5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ വീട്ടിൽ. ഞങ്ങളുടെ കുടുംബ വീടിരിക്കുന്നത് 4.5 സെൻറ്റ് സ്ഥലത്താണ്. അത് ചെറിയൊരു കൈവഴിയാണ് അതിലേക്കുള്ള വഴി. 2 വശത്തും വേറെ വേറെ വീടുകളാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് ഒരു വീട് പണിയാനായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കല്ലും മണലും ഒക്കെ ഉള്ളിലേക്ക് പോലും കയറ്റാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ തലച്ചുമടായിട്ട് കൊണ്ടുവന്നിട്ടാണ് ചേട്ടനടക്കം എന്താ പറയുക, സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുണ്ട്, അതിനിടയിൽ ഈ വീട് പണി നടത്തണം. അപ്പോൾ ഈ കല്ലുകളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ കരിങ്കല്ലും വെട്ടുകല്ലും ഒക്കെ കൊണ്ടുവന്ന് ഇത് പണിയാനും അത് ഒരു വീട് ശരിക്കും ചോർന്നൊലിക്കാത്തൊരു വീട് ഉണ്ടാക്കുന്നത് പിന്നെ ചേട്ടൻ സിനിമയിലേക്ക് എനിക്ക് തോന്നുന്നു 92-95 കാലയളവിലായിരിക്കും ആ ഒരു വീട് ഉണ്ടാകുന്നത് തന്നെ. അങ്ങനെ എന്താ പറയുക, ഇഷ്ടത്തിനനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ TV, അതുപോലെ തന്നെ ഏറ്റവും ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്ന അദ്ദേഹം പാട്ടിനാണ്. പാട്ട് കേൾക്കാൻ ഭയങ്കര ഉച്ചത്തിൽ പാട്ട് കേൾക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് മണിച്ചേട്ടൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാർ സ്റ്റീരിയോ ആയാലും വീട്ടിലെ പാട്ട് കേൾക്കുന്ന ഹോം തിയേറ്റർ ആയാലും അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. പാട്ട് ഏത് സമയം കേൾക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു ചിന്തയ്ക്കനുസരിച്ച് ഒരു ചെറിയ വീട് അദ്ദേഹം ഉണ്ടാക്കി. അവിടെ അച്ഛനും അമ്മയും ഈ വീട് ഉണ്ടാക്കിയതോടൊപ്പം തന്നെ ചേട്ടൻ്റെ സ്വന്തമായിട്ട് വേറെ വീട് വാങ്ങിച്ച്, കല്യാണത്തിന് മുമ്പ് തന്നെ വേറൊരു പറമ്പ് വാങ്ങിച്ച് അവിടെ ഇന്നിപ്പോൾ താമസിക്കുന്ന വീട്, മണിച്ചേട്ടൻ താമസിക്കുന്ന വീട്, അത് വീടിൻ്റെ ജസ്റ്റ് ഒരു 500 മീറ്റർ ചാലക്കുടി പുഴയോരത്ത് തന്നെ അവിടെ പണിതു. കല്യാണം കഴിഞ്ഞു. അദ്ദേഹം കല്യാണം കഴിച്ചത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പലവരും പറഞ്ഞു ഇങ്ങനെ ലവ് മാരേജാന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. ഒരിക്കലും അത് ലവ് മാരേജ് അല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ചേട്ടത്തിയമ്മയുടെ വീട് പിന്നെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് തൊട്ടടുത്താണ്. അവിടെ നിന്ന് അങ്ങനെ ആലോചിച്ചാണ് ഇങ്ങനെ കല്യാണം കഴിച്ചൊരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടി എന്നുള്ള രീതിയിൽ. പിന്നെ ലോഹിദാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കണക്ഷനുകൾ അവിടെ ഉണ്ടായിരുന്നു മുരിങ്ങൂരിൽ. അങ്ങനെയാണ് ചേട്ടത്തിയമ്മയിലേക്ക് വിവാഹാലോചന എത്തുന്നതും. വിവാഹം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് മകള് ശ്രീലക്ഷ്മി എന്താ പറയുക, വലുതായി ഒരു കുട്ടിയാവുന്ന വരെ, ഒരു ഏകദേശം ഒരു 2-3 വയസ്സ് വരുന്ന വരെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് വന്നു പോയിക്കൊണ്ടിരുന്നത്, താമസിച്ചിരുന്നത്. അവരതിന് ശേഷം ആണ് പിന്നീട് ചേട്ടൻ പണിത പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടിയാവുന്നത് വരെ ചേട്ടൻ നമ്മുടെ ഈ തറവാട്ട് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഒക്കെ വലിയ താരാരാധനയും ഒരുപാട് താരപരിവേഷമുള്ളൊരു സമയം തന്നെയാണ്. എന്നിട്ട് പോലും ആൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ഞങ്ങൾക്കൊപ്പം തന്നെയാണ് അദ്ദേഹം താമസിച്ചത്. പിന്നീടാണ് മകൾ ഒരു വയസ്സൊക്കെ ആയപ്പോഴാണ് പിന്നെ അപ്പുറത്തേക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പം അനുസരിച്ചിട്ടാണ്. പിന്നെ അവിടെ നിന്നൊരു ഏകദേശം ഒരു 600-700 മീറ്റർ തൊട്ടപ്പുറത്താണ് പാടി. ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛൻ പണിയെടുത്തൊരു പറമ്പാണ്. നേരത്തെ പണിയെടുത്ത വൈമേലി കൃഷ്ണൻ മേനോൻ്റെ ആ പറമ്പിനോട് ചേർന്നൊരു പറമ്പ് കൂടിയാണ്. അപ്പോൾ ആ പറമ്പ് വാങ്ങിച്ചു. അത് പൂർണ്ണമായിട്ടും എന്താ പറയുക, പച്ചപ്പുള്ള ഒരു സ്ഥലം, അച്ഛൻ നട്ട് വളർത്തിയ അല്ലെങ്കിൽ നനച്ച് വളർത്തിയിട്ടുള്ള ഒരു കുറേ ജാതി തോട്ടങ്ങളാണ് അതിനകത്തുള്ളത്. പാടി എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, ചേട്ടനൊരു പേര് കൊടുത്തെന്ന് മാത്രം. അത് ചാലക്കുടി പുഴയുടെ തീരത്തേക്ക് കുറച്ച് ഇങ്ങനെ ഒരു പലയൊക്കെ വെച്ചടിച്ചൊരു ഔട്ട് ഹൗസ് പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ചീട്ട് ഇങ്ങനെ തമാശയ്ക്ക് ചീട്ട് കളിക്കുക, പാട്ട് പാടുക, ഗസ്റ്റുകൾ വന്നിരുന്ന ക്യാരം ബോർഡ് കളിക്കുക, അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചാലക്കുടിയുടെ പാലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പാടിയുടെ ഈ ഒരു പാടിയിൽ നിന്ന് നോക്കിയാൽ ചാലക്കുടി പാലം കാണാൻ പറ്റും, പക്ഷേ അവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ക്രിയേറ്റിവിറ്റികൾ, അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വരികയും സംസാരിക്കുകയും ഒക്കെയുണ്ട്. അവസാന നിമിഷമാണ് കുറേ മോശപ്പെട്ട ചില ബന്ധങ്ങളൊക്കെ
അവിടെ ഉണ്ടാവുന്നതൊക്കെ. പക്ഷെ അതുവരെയൊക്കെ നമുക്കറിയാം. ഇപ്പം ശബരിമലയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾ അവിടെ താമസിച്ച്, പലവരും അവിടെ താമസിക്കും. ഈ അയ്യപ്പന്മാരായിട്ടുള്ള ആളുകൾ അവിടെ അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ തൊട്ട് താഴെ പുഴയാണ്, പുഴയിൽ മുങ്ങിക്കുളിച്ച് അമ്പലത്തിൽ പോയി അവിടെ ഞങ്ങളെല്ലാവരും ഭക്ഷണം പാചകം ചെയ്ത് ഭക്ഷണം പുറമേ നിന്നുള്ള അയ്യപ്പന്മാരൊക്കെ അവിടെ വന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ ഞാൻ ചേട്ടൻ്റെ കൂടെ ആകെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് ശബരിമലയ്ക്കാണ്. ചേട്ടൻ അങ്ങനെ കെട്ട് നിറയ്ക്കാറില്ല. ചേട്ടൻ നല്ല വ്രതം എടുക്കും. വലിയൊരു അയ്യപ്പൻ്റെ ഭക്തനാണ് മണിച്ചേട്ടൻ. അപ്പോൾ ഈ കെട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു നെയ്ത്തേങ്ങ നിറച്ചത് എൻ്റെ കെട്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹം കൃത്യമായിട്ട് നോയമ്പെടുക്കുകയും കെട്ട് എന്നെ കൊണ്ട് നിറപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഈ 10-15ഓളം പേരുണ്ടാവും ശബരിമലയ്ക്ക് പോകാനായിട്ട്. ഞങ്ങളെല്ലാം ഒരു ട്രാവലറിൽ ഈ പാടിയിലാണ് ഞാനവിടെ താമസിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളും അവരൊക്കെ അയ്യപ്പന്മാരൊക്കെ ആകുമ്പോൾ അവിടെ താമസിച്ച്, ഞാൻ വീട്ടിൽ താമസിച്ച് കുളിച്ച് കെട്ടുനിറയൊക്കെ വീട്ടിൽ വെച്ച് നിറച്ച് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലും കെട്ടുനിറകളുണ്ടാവും. പിന്നെ അവിടെ നിന്ന് കെട്ടുനിറച്ച് ആ അമ്പലത്തിൽ ചേട്ടൻ തന്നെ പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള അയ്യപ്പൻ്റെ ഒരു ചെറിയ ടെമ്പിളുണ്ട്. അതൊക്കെ ചേട്ടൻ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു അയ്യപ്പ ഭക്തനായിരുന്നു. അങ്ങനെ നമ്മൾ അറിയാലോ അയ്യപ്പൻ്റെ ഗാനങ്ങൾ സീസണായി കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ഇറക്കുക. ഈ ഭക്തി ഗാനങ്ങൾ വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പിന്നെ ശബരിമലയിലേക്ക് പോവുക. അങ്ങനെ ശബരിമലയ്ക്ക് പോയി അത്തരം പാടി എന്ന് പറയുന്ന ഇടം അങ്ങനെയാണ് അദ്ദേഹം കൊണ്ടു നടന്നിരുന്നത്. അവിടെ ഒരു ഇല വീഴാൻ പോലും അദ്ദേഹം സമ്മതിക്കില്ല. അത് ചേട്ടൻ തന്നെയായിരിക്കും ചിലപ്പോൾ അത് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് നമുക്ക് ശരിക്കും ഇലയിട്ട് ഉണ്ണാം. അതുപോലെ അത്രയും വൃത്തിയായിട്ടാണ് അദ്ദേഹം പാടിയെ കാത്തു സൂക്ഷിച്ചത്. അപ്പോൾ ഈ പാടി, അദ്ദേഹത്തിൻ്റെ വീട്, പിന്നെ കുടുംബ വീട്, ഇങ്ങനെ 3 ഇടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ. അദ്ദേഹം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വീട്ടിലേക്ക് വരും. തറവാട്ട് വീട്ടിൽ വന്ന് അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ ചോദിച്ച് അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടാണ് പിന്നെ ആൾ പാടിയിലേക്ക് വരിക. പിന്നെ വരുന്ന ആൾക്കാർ മുഴുവനും അവിടെ ഉണ്ടാവും. ഇതാണ് ചാലക്കുടിയിലെ അദ്ദേഹത്തിൻ്റെ ഒരു താമസത്തിൻ്റെ ഒരു ഏകദേശം രൂപം. ചാലക്കുടിയിൽ പല രീതിയിലുള്ള ആഘോഷങ്ങൾ ചേട്ടൻ നടത്താറുണ്ട്. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊരു മതവികാരം ഉള്ള ഒരാളല്ല. അദ്ദേഹം എല്ലാ മതസ്ഥരെയും എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളെയും ഒരുപോലെ സ്നേഹിച്ചൊരു വ്യക്തിയാണ് മണിച്ചേട്ടൻ. ചാലക്കുടിയിലെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം സുനാമി ഉണ്ടായ സമയത്ത് അതിൻ്റെ ഫണ്ട് റൈസിങ്ങിനായിട്ട് ചേട്ടൻ കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ടാണ് ചാലക്കുടിയിൽ ഒരുപാട് സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന്, അദ്ദേഹത്തിൻ്റെ പരിചയക്കാരായിട്ടുള്ള സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് വലിയ ഫണ്ട് റൈസിങ് പ്രോഗ്രാം നടത്തുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റു കാര്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. വീട്ടിലേക്ക് ഒരുപാട് ആൾക്കാർ ഇന്നും വരുന്നുണ്ട് സഹായങ്ങൾ ചോദിച്ചിട്ട്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ്, വിദ്യാഭ്യാസ സഹായങ്ങൾ, വിവാഹ സഹായം, ഇതിനൊക്കെ വീട് വയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായങ്ങൾ ചോദിച്ച് ചാലക്കുടിക്ക് നിത്യേന ആളുകൾ വരും. ഇതൊക്കെ ചേട്ടനോട് ഒരാൾ പറയണ്ട. ചേട്ടന് തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരാളെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ദുഃഖം എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് കൃത്യമായ സഹായം കൊടുക്കാൻ ചേട്ടന് കഴിഞ്ഞിരുന്നുള്ള വലിയൊരു നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ആ ഇൻഡിവിജ്വലിനോട് മനസ്സിലാക്കും, ആൾക്കത് അത്യാവശ്യമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ അവിടെ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യൂ, ഞാൻ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരാം, അവിടെ പരിപാടി നമുക്ക് നടത്തിയിട്ടൊരു ഫണ്ട് റൈസിങ് പ്രോഗ്രാം നടത്തി അത്തരം ചികിത്സയ്ക്കോ അല്ലെങ്കിൽ എന്തിനാണോ ധനം വേണ്ടത് അതിനുള്ളൊരു ധനശേഖരണാർത്ഥം ഒരു പരിപാടികളൊക്കെ നടത്തി അവർക്കും അത്തരത്തിൽ സഹായിക്കും. ചാലക്കുടിയിലെ സാംസ്കാരിക ഇടങ്ങളിൽ ഇതുപോലെ തന്നെ പലതരത്തിലുള്ള പരിപാടികളും അദ്ദേഹം നടത്തി ഫണ്ട് റൈസിങ് പ്രോഗ്രാം നടത്താറുണ്ട്. അത് പോരാത്തതിന് കലാസാംസ്കാരിക കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ട് ചാലക്കുടിയിലെ പൊതുജനങ്ങൾക്ക് അറിയാലോ, ചാലക്കുടി എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ വരികളിലൊക്കെ ചാലക്കുടിയാണ്. അപ്പോൾ ചാലക്കുടിയിലെ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇതുവരെ അഭ്രപാളികൾ മാത്രം കണ്ടിട്ടുള്ള സിനിമാ താരങ്ങളെയും മമ്മൂട്ടി തുടങ്ങിയിട്ടുള്ള പല വിശിഷ്ട വ്യക്തികളെയൊക്കെ ചാലക്കുടിയിലേക്ക് കൊണ്ടുവന്ന് പൊതുജനസമക്ഷം പലതരത്തിലുള്ള പരിപാടികൾ, അദ്ദേഹം ഗൾഫിൽ അവതരിപ്പിക്കുന്ന പരിപാടികളൊക്കെ ചാലക്കുടിക്കാർക്ക് സൗജന്യമായിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും അന്ന് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഒരു കലാസാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളതൊക്കെ കാണുന്നത്. അമേരിക്കയെ ഇനി ടെലിവിഷനിലൂടെയല്ല നേരിൽ തന്നെ കാണാം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം.
അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. US വിസയുള്ളവർ ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 സന്ദർശിക്കൂ sanjaram.com. ചാലക്കുടിയിൽ ഒരു പീലിക്കുട എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്. അത് സുനാമിയുടെ ഫണ്ട് റൈസിങ് പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ചാലക്കുടിയിലെ വലിയ വലിയ കലാകാരൻ, അദ്ദേഹം പിന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യം, പാവപ്പെട്ട ഒരുപാട് കലാകാരന്മാർക്ക് വേദി കൊടുക്കും. എന്നിട്ട് അദ്ദേഹം വേദിയിൽ അനൗൺസ് ചെയ്യുന്ന വെച്ചാൽ ഇതെൻ്റെ സ്വന്തം അനുജനാണ്. അപ്പോൾ നമുക്ക് ശരിക്കും കുശുമ്പ് തോന്നും, കാരണം ഞാനല്ലേ സ്വന്തം അനുജൻ, പിന്നെ എന്തിനാ അങ്ങനെ പറയണമെന്നൊക്കെ തോന്നും. പക്ഷെ അതല്ല, അത് ഇപ്പോഴാണ് നമുക്കത് മാറി നിൽക്കുമ്പോൾ തോന്നുന്നത് എത്രമാത്രം ഓരോ കലാകാരന്മാരെ അടുപ്പിച്ച് നിർത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ചാലക്കുടിയിലെയും മറ്റു പല കലാകാരന്മാർക്കൊക്കെ വേദി കൊടുക്കാൻ അദ്ദേഹം പിന്നെ ചാലക്കുടിയിലെ വേദി ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫണ്ട് റൈസിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി പൈസ നീക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടികളൊക്കെ ആയിരിക്കും. അതിനപ്പുറത്തേക്ക് ചാലക്കുടിയിലെ ഉത്സവങ്ങൾ, പള്ളിയിലെ പെരുന്നാൾ, അമ്പ് തിരുനാളുകൾ, അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഞങ്ങളുടെ അമ്മ. ഇപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ ഞാൻ പറഞ്ഞു കൂലിപ്പണിക്കൊക്കെ പോയിരുന്ന അവിടെ ചേനത്ത് നാട്ടിൽ ഒരു കപ്പേള ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കപ്പേളയിൽ ആദ്യമായിട്ട് ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ കപ്പേളയിലെ തിരുനാൾ നടത്തുന്നത് ഞങ്ങളാണ്. ചേട്ടനാണ് മുൻകൈ എടുത്ത് നടത്തുന്നത്. അവർ അമ്മേനെ അതിന് പറയുക പ്രസിദ്ധേന്തിയായി വാഴിക്കുക എന്ന് പറയുക. അതായത് നമ്മളൊരു ഹൈന്ദവ സമുദായത്തിലാണെങ്കിൽ പോലും പിന്നെ അവിടെ പോയി പള്ളിയിൽ കപ്പേളയിൽ പ്രാർത്ഥിച്ച് അച്ഛന്മാർ ആ ഒരു പ്രത്യേക ഒരു പദവി ചാർത്തിയിട്ടാണ് ഈ പ്രസിദ്ധേന്തിയെ വാഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അമ്മയാണ് പ്രസിദ്ധേന്തിയായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 1001 ഇതളുകളുള്ള വിളക്ക് കൊണ്ടുവന്ന്, അതുമാത്രമല്ല മമ്മൂട്ടി അടക്കമുള്ള, എനിക്ക് തോന്നുന്നു മോഹൻലാൽ സാർ മാത്രമാണ് വരാതിരുന്നത്. മമ്മൂട്ടി സാറും ബാക്കിയെല്ലാം ഒട്ടുമിക്ക ജനപ്രിയ താരങ്ങൾ മുഴുവനും ചാലക്കുടി ചേനത്ത് നാട്ടിലേക്ക് ഒഴുകിയെത്തിയ ഒരു ദിവസം ഉണ്ടായിരുന്നു. ചാലക്കുടിയിലെ ഈ കപ്പേള തിരുനാൾ മണിച്ചേട്ടനാണ് അന്ന് അത് നടത്തി കൊടുത്തത്. അത്രയും വലിയ പരിപാടി, മിമിക്രി താരങ്ങൾ, ഗാനമേള, സ്കിറ്റുകൾ, ചലച്ചിത്ര താരങ്ങൾ. അതിനെനിക്ക് ഓർമ്മയിൽ വന്നൊരു കാര്യം, ചേട്ടൻ്റെ വീട്ടിൽ മമ്മൂട്ടി വന്നിരുന്നിട്ട് മമ്മൂക്കനെ ഈ പരിപാടി സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ നേരത്ത് വഴി നിറയെ ബ്ലോക്കാണ്. അങ്ങനെ വഴി പോകാൻ പറ്റാണ്ടായിട്ട് ഒരു ഓട്ടോറിക്ഷ ബ്ലോക്കായി കിടന്നിട്ട് ചേട്ടൻ്റെ ആ ആരോഗ്യം ഉപയോഗിച്ച് ഈ 2 കൈ ഉയർത്തി ഈ ഓട്ടോറിക്ഷ അങ്ങോട്ട് തള്ളി നീക്കി മാറ്റി മമ്മൂട്ടിയെ കൊണ്ടുപോയ ആൾ വഴി കൂടെ ഇറങ്ങി നടക്കുകയാണ്. ഒരു കാവ്യമുണ്ടെടുത്ത് ആളങ്ങനെ അവിടെ ഇറങ്ങി നടക്കും. മഴയായാലും ചെറിയൊരു മുറുക്കാനൊക്കെ മുറുക്കി ആളിങ്ങനെ ഇറങ്ങി നടക്കും. അങ്ങനെ ചാലക്കുടി ഇന്ന് വരെ കാണാത്ത ഒരു കലാസാംസ്കാരിക പരിപാടിയായിരുന്നു ആ ചാലക്കുടി കപ്പേളയിലെ ആ തിരുനാൾ ഞങ്ങൾ. അതോടൊപ്പം തന്നെ ചാലക്കുടി അമ്പ് തിരുനാൾ നടക്കുന്ന സമയത്ത് എന്താ പറയുക, ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ അതിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് തന്നെ ചാലക്കുടിയിലെ അമ്പ് തിരുനാൾ ഞങ്ങളുടെ വീട്ടിൽ അമ്പ് കയറ്റാറുണ്ട്. തറവാട്ടിൽ അത് ചേട്ടൻ ഉള്ള സമയം മുതൽ ചെയ്തതാണ്. അത് ഇന്നും ഞങ്ങൾ തുടരുന്നുണ്ട്. ഈ അമ്പിന് ചേട്ടനൊക്കെ ആയപ്പോൾ അവിടുത്തെ ആളുകളോട് കൂടി തന്നെ കുറേ ബാൻഡ് സെറ്റ്, വാദ്യങ്ങൾ, അതൊക്കെ ചേട്ടൻ സംഘടിപ്പിക്കുകയും ഈ അമ്പ് തിരുനാളിൻ്റെ ഒപ്പം ഈ ബാൻഡ് സെറ്റ് വരുന്നതോടൊപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്പ് ഇറക്കി അവിടുത്തെ എല്ലാ സഹോദരങ്ങൾക്കൊപ്പം, എല്ലാ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊപ്പം നമ്മൾ ആ അമ്പ് തിരുനാളിന് യാത്ര ചെയ്ത് അത് പള്ളിയിൽ കൊണ്ട് എത്തുന്നത് വരെ ചേട്ടൻ ഈ തിരുനാളിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാലക്കുടിലെ കണ്ണമ്പുഴ ദേശത്തെ ഉത്സവം, അതൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ഒരു ഉത്സവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏകദേശം എനിക്ക് തോന്നുന്നു 3 കിലോമീറ്ററും കഷ്ടി ഈ കണ്ണമ്പുഴ നമ്മൾ ചാലക്കുടി പുഴയുടെ അടുത്തുള്ള തീരമാണ്. അവിടെ ഇപ്പം ഡി സിനിമാസ് എന്ന തിയേറ്റർ ഉണ്ട്, അതിൻ്റെ പുറകിലാണ് ഇത്. വീട്ടിൽ നിന്ന് ഈ അമ്പലത്തിലെത്തുന്നത് വരെ ഈ വർണ്ണഘോഷയാത്രകളാണ്. വിവിധ തരം കലാരൂപങ്ങൾ, വേഷം കെട്ടി, എന്താ പറയുക, മുടിയേറ്റ്, തെയ്യം, തിറ എന്ന് വേണ്ട കഥകളി, അതൊരു കാണാൻ തന്നെ ഏകദേശം ഒരു 12 മണിയോടുകൂടി ഈ വഴിയോരത്ത് 2 സൈഡിൽ നിറയെ ആൾക്കാർ നിൽക്കും. വീട്ടിൽ നിന്ന് ചേട്ടന് ആനേനെ പേടിയാണ്, പക്ഷേ ആനേനെ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ 3 ആനയ്ക്ക് പൂരാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. താലാവസ്ഥ ആളുകളൊക്കെ കൂടി താലം അകമ്പടിയോടു കൂടി ഇത്രയും ഘോഷയാത്രയോടു കൂടി പഞ്ചവാദ്യവും എല്ലാം കൂടി ഈ കണ്ണമ്പുഴ ക്ഷേത്രത്തിലേക്ക് പിന്നെ ഈ ആഘോഷ പരിപാടി താലി വരവെന്ന് പറയും. നമ്മുടെ വീട്ടിൽ നിന്ന് താലി ഈ അമ്പ് കൊണ്ടുപോണ പോലെ തന്നെ താലി കൊണ്ടുവരും. കണ്ണമ്പുഴ അമ്മയ്ക്ക് താലി കൊണ്ടുപോയി അവിടെ കയറി സമയം താലി അമ്പലത്തിൽ കയറുന്നതോടുകൂടി വലിയ വെടിക്കെട്ടാണ്. ആ വെടിക്കെട്ടും സന്ധ്യക്കുള്ള ദീപാരാധന വെടിക്കെട്ട് നടത്തുന്നതും ചേട്ടനായിരുന്നു 2-3 കൊല്ലം. അങ്ങനെ അത്രയും റിസ്ക് എടുത്ത് ചേട്ടൻ്റെ നെറ്റിയിൽ എപ്പോഴും ഈ ആ അമ്പലത്തിലെ പ്രസാദം മൂകാംബികയിലും ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ പ്രസാദം എപ്പോഴും നെറ്റിയിലും ചെറിയ ഈ ചെവിയിലും എപ്പോഴും ഉണ്ടാവും. അങ്ങനെയും ഒരു ആരാധകനായിരുന്നു. അപ്പോൾ ചാലക്കുടിയുടെ ഈ കലാസാംസ്കാരിക രംഗങ്ങളിലൊക്കെ താൻ കണ്ടുവച്ച ഏറ്റവും നല്ല കലാകാരന്മാരെ അവരുടെ കലാപ്രകടനങ്ങളെ കൊണ്ടുവന്ന് ചാലക്കുടി ദേശക്കാർക്ക് കാണിക്കാനും ചാലക്കുടിയെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഇൻ്റർവ്യൂ ചാലക്കുടി അച്ഛൻ പണിയെടുത്ത സ്ഥലം, ഞങ്ങളുടെ നാട്, ചാലക്കുടി മാർക്കറ്റ്, അദ്ദേഹം പഠിച്ച സ്കൂള്, ഇതെല്ലാം ചാലക്കുടിയെ ലോകർക്കായിട്ട് പരിചയപ്പെടുത്തിയ ഒരു വലിയൊരു മനസ്സിനുടമയാണ് നമ്മുടെ സഹോദരൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിപാടികൾക്ക് ചേട്ടൻ്റെ ഒപ്പം ചെയ്യാനായിട്ട് പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം സിനിമാ താരങ്ങളുടെ പരിപാടി എന്ന് പറയുമ്പോൾ ആളുകൾ കാണുന്ന ഒരു കാഴ്ചപ്പാട് വേറെയാണല്ലോ. അതിനിടയിൽ ഒരു ക്ലാസിക്കൽ ഡാൻസ് വരും എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര. അപ്പോൾ ചേട്ടൻ പറയും എന്നോട് നീ ചെയ്യ്. ഞാൻ പറയും ചേട്ടൻ എനിക്ക് പേടിയാണ്, ഞാൻ ചെയ്യില്ല. ഞാൻ ആദ്യമായിട്ട് ചേട്ടൻ്റെ കൂടെ ചെയ്തത് ഒരു പൊന്നാനിയിൽ അക്ഷരമുറ്റം ദേശാഭിമാനിയുടെ അക്ഷരമുറ്റം എന്നൊരു പരിപാടിക്ക് ചേട്ടൻ പരിപാടി അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ ആ പരിപാടിക്ക് എന്നോട് നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പരിപാടിക്ക് ചെയ്യാൻ പോയി. പിന്നെ അപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറാൻ നേരത്തേക്ക് ഭയങ്കര പേടിയാണ്. കാരണം ജനങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഞാൻ മറ്റു പല സിനിമാ താരങ്ങളും നൃത്തപരിപാടിക്ക് ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. കാവ്യമാധവൻ്റെ നൃത്തപരിപാടി, ഭാവനയുടെ, അങ്ങനെ പല ഫിലിം ആളുകളൊക്കെ പറഞ്ഞ് നമ്മുടെ നൃത്തത്തെക്കുറിച്ച് ചേട്ടൻ കേട്ടിട്ടുണ്ട് ഒരുപാട്. അവർ തന്നെ ഇപ്പോൾ കാവ്യമാധവനും ഭാവനയും ഒക്കെ പറഞ്ഞ് ശാലു മേനോൻ അവരുടെയൊക്കെ ട്രൂപ്പിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞറിയാം എൻ്റെ ഒരു കലാപ്രകടനത്തെക്കുറിച്ച് പറഞ്ഞിട്ടും പിന്നെ ഈ സമ്മാനങ്ങൾ കിട്ടിയതൊക്കെ വെച്ച് ചേട്ടനപ്പോൾ ഡയറക്റ്റ്ലി ഒന്നും കാണാനായിട്ട് ചേട്ടന് പറ്റിയിട്ടില്ല. അങ്ങനെ ചേട്ടൻ്റെ പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ട് ഞാൻ ആദ്യം അക്ഷരമുറ്റ പരിപാടിക്ക് ചെന്ന് എനിക്ക് സ്റ്റേജിൽ കയറുന്ന നേരത്ത് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പറഞ്ഞു ചേട്ടൻ കയറി പറയില്ല. അങ്ങനെ ചേട്ടൻ ലാസ്റ്റ് സ്റ്റേജിൽ കയറി പറഞ്ഞ് ഞാനിഞ്ഞൊരു കലാകാരനെ പരിചയപ്പെടുത്തുകയാണ്, എൻ്റെ അനുജൻ തന്നെയാണ്. അവന് ഭയങ്കര പേടിയാണ് എൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ. കാരണം സിനിമ ആർട്ടിസ്റ്റുകളുടെ പരിപാടി ചെയ്യുമ്പോൾ കൂവും എന്ന് പറഞ്ഞിട്ടാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ചേട്ടൻ്റെ കൂടെ പരിപാടി ചെയ്യുന്നത്. അത് വലിയൊരു അപ്രീസിയേഷൻ, ഭയങ്കര കയ്യടിയും ഒക്കെ ആയിരുന്നു. അതിനുശേഷം ഗൾഫ് ഷോക്കൊക്കെ ചേട്ടൻ വരാൻ വേണ്ടി പറയും. പക്ഷേ എനിക്ക് പോകാൻ താല്പര്യമില്ല, ഞാൻ പോകാറില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഷൂട്ടിംഗ് ലൊക്കേഷനിലായാലും ചേട്ടൻ്റെ കൂടെ ഞാൻ അധികം യാത്ര ചെയ്തിട്ടില്ല. അധികം ഞാൻ ഈ ശബരിമല യാത്രയ്ക്ക് മാത്രമാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഗൾഫ് പരിപാടിയിലേക്ക് പോകാൻ എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ ഞാൻ അപ്പോൾ എപ്പോഴും ചേട്ടൻ പറയും അവന് ഭയങ്കര വാശി, അവന് സ്വയം വളർന്നു വരണം എന്നൊരു വാശിയാണ് എന്നോട്. അപ്പോൾ എന്തായാലും നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനം ഗൾഫ് പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോവുകയാണ്. എനിക്ക് ആദ്യമായിട്ട് ഒരു പരിപാടി കുവൈറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. ഒരു ദിനേശൻ മാഷ ഒരു ഡാൻസ് സ്കൂളിൻ്റെ വാർഷികത്തിന് എന്നെ വിളിച്ചു. ഞാൻ ആ പരിപാടിക്ക് പോകാൻ നേരത്തെ ഞാൻ ചേട്ടനോട് ചെന്ന് പറഞ്ഞു, ചേട്ടൻ ഞാൻ നാളെ ഇങ്ങനെ കുവൈറ്റിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു വാശി, അതിൻ്റെ നേട്ടം അതൊക്കെ ഉണ്ടാവുന്നത് അറിയണം അങ്ങനെ. അപ്പോൾ എനിക്ക് പേടിയാണെന്ന് ചേട്ടൻ നന്നായിട്ട് അറിയാം. ഞാൻ ഇതുവരെയും ഗൾഫിൽ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. പക്ഷേ ഞാൻ നെടുമ്പാശ്ശേരിയിൽ ചെന്നിറങ്ങുന്ന ഫ്ലൈറ്റ് നമ്പറും ടിക്കറ്റും ഒക്കെ വാങ്ങിച്ച് ചെന്നിറങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എൻ്റെ ചേട്ടൻ എൻ്റെ കൂടെയുള്ളത് പോലെയാണ് ഞാൻ. എനിക്ക് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. എങ്ങനെ പോകണം, എവിടെ ആദ്യം പോയി കാണണം, എവിടെ പാസ്പോർട്ട് കാണിക്കണം. പക്ഷേ എന്നെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ ചേട്ടൻ നേരത്തെ തന്നെ ആളുകളെ അറേഞ്ച് ചെയ്ത് എൻ്റെ അനിയൻ അവിടെ വരും, അവനൊരു കുഴപ്പമില്ലാതെ അവനെ ഫ്ലൈറ്റ് കയറ്റി കൊടുക്കണം എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ, ഞാൻ വിചാരിച്ചത് ഇവിടെ മാത്രം ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ കുവൈറ്റിൽ ചെന്നിറങ്ങിയപ്പോഴും ആരൊക്കെയോ വിളിച്ച് പറഞ്ഞു കുവൈറ്റിൽ ഞാൻ ഇറങ്ങിയ സമയത്ത് അവന് പേടിയാണ്, അവൻ ആദ്യമായിട്ടാണ് വരുന്നത്, അവനെ സൂക്ഷിക്കണം, നോക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെയും ചേട്ടൻ്റെ കയ്യൊപ്പ്, ചേട്ടൻ്റെ സുഹൃത്തുക്കളെ പറഞ്ഞു വിട്ട് അദ്ദേഹം അവിടേക്ക് വന്ന്. അപ്പോൾ അദ്ദേഹത്തിന് വെച്ചാൽ എൻ്റെ കൂടെയല്ലല്ലോ ഞാൻ അവനെ കൊണ്ടുപോയത്, അവൻ തന്നെ പോയതല്ലേ. അപ്പോൾ ചേട്ടൻ കൂടെയുണ്ട്, നീ പേടിക്കണ്ട എന്നുള്ളൊരു ആ ഒരു ശക്തി നമുക്ക് തന്നിട്ടാണ്
അകലെ ഇരുന്നിട്ടും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ആദ്യം അങ്ങനെയാണ് ഞാൻ ചേട്ടൻ്റെ കൂടെ ഈ കലാപരിപാടികളിൽ നിന്നും ഞാൻ മാറി നിന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ അതൊക്കെ മറ്റു രീതിയിൽ ആൾക്കാർ വൾഗറായിട്ട് പറഞ്ഞിട്ടുണ്ടായത് ഞങ്ങൾ നല്ല ബന്ധത്തിലല്ലാത്തത് കൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കടന്ന് വിങ്ങാണ്. എന്നെ എങ്ങനെ വളർത്തിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ എന്നെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതൊക്കെ ഇന്നത്തെ നവമാധ്യമങ്ങൾ പലതും പറഞ്ഞ് പെരുപ്പിക്കുമ്പോൾ വളരെയധികം വിഷമമാണ് തോന്നുന്നത്. അപ്പോൾ ചേട്ടൻ എപ്പോഴും കൂടെയുണ്ട്, ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് നിന്നാൽ, ഒരു ബസ്സിൽ നിന്നാൽ, എനിക്കുണ്ടായൊരു സംഭവം ഞാൻ പറയുകയാണ്. എനിക്കത് ഭയങ്കര പേടിയാണ് പറയാൻ. കാരണം ഞാൻ കാലടിയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്യാറ്. അപ്പോൾ ബസ് കാത്തു നിന്നപ്പം ഏതൊരു പയ്യനെ എന്നെ അറിയാം, മണിയുടെ അനുജനാണെന്നുള്ള രീതിയിൽ അറിയാം. അത് ചേട്ടൻ മരിച്ചതിന് ശേഷമാണ്. അപ്പോൾ ഈ പയ്യൻ എന്നെ കണ്ടപ്പോൾ മണിച്ചേട്ടൻ്റെ അനിയെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കിയ വഴി പെട്ടെന്ന് വണ്ടി സ്കിഡായി. ഈ പയ്യൻ ഒരു വണ്ടിയുടെ അടിയിലേക്ക് പോയി. എനിക്ക് എൻ്റെ കൈയും കാലും വിറച്ച് ഈ പയ്യൻ്റെ അടുത്തേക്ക് ഓടി എൻ്റെ കൈ കാണിച്ചിട്ടാണ് ഈ പയ്യന് ആക്സിഡൻ്റ് ആയത്. അപ്പോൾ അത് ചേട്ടനോടൊരു ഇഷ്ടമാണ്. ഒരു ദിവസം ബസ് കയറാൻ ഞാൻ കലാമണ്ഡലത്തിന് മുമ്പിൽ ബസ് കയറാൻ നിന്നപ്പോൾ അവിടെ ട്രാൻസ്പോർട്ട് ബസ് നിർത്തിയത്. ഞാൻ വെറുതെ ഒരു ബസ് വന്നപ്പോൾ കൈ കാണിച്ചു. അങ്ങനെ ഈ ബസ് കൈ കാണിച്ച് കുറേ ദൂരത്ത് കൊണ്ട് ബസ് നിർത്തി. ബസ് നിർത്തിയതല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ ഓടി ചെന്ന് ബസ്സിൽ കയറിയപ്പോൾ അപ്പോൾ ആ കണ്ടക്ടർ കുറേ കഴിഞ്ഞപ്പോൾ മുമ്പിലേക്ക് പോയിട്ട് ഈ ബസ്, അപ്പോൾ സ്വിഫ്റ്റ് ബസ്സാണ്, ഈ ബസ്സിൽ അറിയാലോ അവർ കണ്ടക്ടർ കം ഡ്രൈവറാണ്. അങ്ങനെ അതുവരെ കണ്ടക്ട് ചെയ്ത ആൾ ബസ് ഓടിച്ചിരുന്ന ആൾ ചേട്ടൻ്റെ ഭയങ്കര ആരാധകനാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച്, എൻ്റെ മണിച്ചേട്ടൻ്റെ അനിയനല്ലേ, ഞാനങ്ങനെ കേട്ടാണ്ട് പോവുക. അപ്പോഴൊക്കെ ചേട്ടൻ്റെ ആ ഒരു സാന്നിധ്യമാണ്. നമ്മൾ വഴിയിൽ ഒറ്റപ്പെട്ടു പോയാലും വിഷമിച്ച് അവിടെ നിന്നാലും ചേട്ടൻ്റെ അദൃശ്യമായ രൂപങ്ങൾ നമ്മളെ കൂടെ വന്ന് സംരക്ഷിക്കുന്ന ചേട്ടനാണ് ഇപ്പോഴും നമ്മളോടൊപ്പം ഉള്ളത്. ഇന്ന് ഓരോരുത്തരോരെന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകരാണ്. എന്താണ് ഇവർ നമ്മുടെ ബന്ധങ്ങളെ മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ പറയുന്നതുള്ളൊരു തോന്നലും. എൻ്റെ ആത്മാവ് വേദനിക്കുന്നതൊക്കെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ആത്മാവും നമ്മുടെ മനസ്സ് വേദനിക്കുന്നുല്ലോ എന്നൊരു തോന്നലാണ് നമുക്ക് ഉണ്ടാകുന്നത്. കാരണം അദ്ദേഹം ഞങ്ങളെ നോക്കി വളർത്തിക്കൊണ്ടുവന്നത് അത്രമേൽ ബന്ധത്തിലാണ്. അന്ന് വൈകുന്നേരം ഒരു 6:30-7 മണിയോട് കൂടിയാണ് എനിക്ക് ഫോൺ വരുന്നത്. അതായത് മാർച്ച് 5-ന് 2016 മാർച്ച് 5-ന് ചേട്ടൻ ഇങ്ങനെ അമൃതയിലാണ്, സീരിയസ് ആണ്, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ പറയുക, എൻ്റെ സുഹൃത്ത് ഞാനും കൂടെ അവിടേക്ക് ഓടിയെത്തിയപ്പോൾ ചേട്ടൻ വെൻറ്റിലേഷനിലാണ്. അപ്പോൾ ഡോക്ടർ ഞങ്ങൾ വിളിച്ചു, പറഞ്ഞു മണി എന്ത് കഴിച്ചതെന്ന് പറഞ്ഞാലാണ് ആൻറ്റിഡോസ് കൊടുക്കാൻ പറ്റുള്ളൂ, ഇപ്പോൾ അബോധാവസ്ഥയിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞറിഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളോട് മുഴുവനും നമ്മൾ കാര്യങ്ങൾ ചോദിച്ചിട്ടൊന്നും ആരും ഒന്നും പറയുന്നില്ല.